ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഞാൻ സൺഡേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് മോളുടെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ തയ്യാറാക്കണം. അപ്പം ഞാൻ കിച്ചണിൽ വന്ന് ആദ്യം തന്നെ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചോറിനുള്ള അരി അവിടെ ഇടാമെന്ന് കരുതി. അപ്പോൾ റൈസ് കുക്കറിലാക്കുന്നത്, അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ എടുത്ത് അതിൽ നിന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അരി നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാണ് നോക്കാം. ഞാനിവിടെ ഇന്ന് കിച്ചരിയാണ് ഉണ്ടാക്കുന്നത്. കിച്ചരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോയെന്ന് അറിയില്ല, ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ കിച്ചരി എന്നാണ് പറയാം. ഈ ചെറുപയർ പരിപ്പും നേരിയരിയും ചേർത്ത്, അപ്പോൾ ഞാൻ 3/4 ഗ്ലാസ് ചെറുപയർ പരിപ്പും 1/4 ഗ്ലാസ് നേരിയരിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിൽ വെള്ളമൊക്കെ ആയത് ഞാൻ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇനി കിച്ചരിയും അരിയുള്ളത് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വേണം. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഗീ ഒക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും കുട്ടികൾക്കും ഹസ്ബൻഡിനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഗീ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കഴുകി വെച്ച പരിപ്പും അരിയും ഉണ്ടല്ലോ അതും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ആ അരിയുടെയും ചെറുപയർ പരിപ്പിൻ്റെ അളവ് അനുസരിച്ചിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഇനി ചോറിനേക്കുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വെച്ച് അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തട്ടിക്കൂട്ട് ലഞ്ച് എന്ന് തന്നെ പറയാം. അപ്പോൾ പരിപ്പൊക്കെ കഴുകിയെടുത്ത് അതിലേക്ക് പച്ചമുളകും തക്കാളിയും ഇട്ടിട്ട്, സവാള ഒന്നും ഇടുന്നില്ല, പച്ചമുളകും തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുന്നതാണിത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അതും അവിടെ അടച്ച് വെച്ച്, പരിപ്പ് കറിയിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള ഒരു രീതി പറഞ്ഞത് മാത്രം. അപ്പോൾ അതും അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മീൻ ഞാൻ തലേന്ന് തന്നെ മുളകൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ചീര കണ്ട്, അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ ചീര വറവും ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പ്ലാനിൽ ചോറും പരിപ്പ് കറിയും മീൻ പൊരിച്ചതും മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ ചീര കണ്ടപ്പോൾ ഞാൻ ചീര ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലപോലെ കഴുകിയിട്ട് അതും ഇവിടെ മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചീരെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഒരു ചെറിയുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചീര വറവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കറിവേപ്പില ഇടുമല്ലോ. എനിക്ക് ഈ ചീരയുടെ കൂടെ കഴിക്കുമ്പോൾ അതെന്തോ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇടലില്ല. അല്ലാതെ ഉണ്ടാക്കുന്ന വറവിലെല്ലാം ഇടലുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കിച്ചറിൻ്റെത് പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് ചീര വറവ് ഉണ്ടാക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം എൻ്റെ പരിപ്പും ആയിട്ടുണ്ട്, അതും മാറ്റി വെച്ചിട്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ള എല്ലാം തിരക്കിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചീര വറവിൻ്റെ എല്ലാം കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചീരയും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ആയിക്കോളും. അപ്പോൾ മീൻ പൊരിക്കാനുള്ള പാനും ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ മാന്തൽ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിച്ചരീൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് അടുപ്പിൽ നിന്ന് തിളപ്പിക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ചായക്കുള്ള പാലും എല്ലാം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം എൻ്റെ മീൻ പൊരിച്ചതും അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതും ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ചോറ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, കാരണം മട്ടേരി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലൊന്ന് വേവിച്ചിട്ട് റൈസ് കുക്കറിൽ മാറ്റാമെന്ന് കരുതി. അപ്പോൾ ഇതാ കിച്ചടി നല്ല ചൂടോടുകൂടെ തന്നെ എല്ലാവരും പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഗീയിൽ ഉള്ളിയെല്ലാം പൊരിച്ചിട്ടിടാം. പക്ഷേ അതിൻ്റെ കൂടെ കാഷ്യൂ നട്ടെല്ലാം ഇട്ട് കൊടുക്കും. പക്ഷേ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ പഞ്ചസാര മാത്രം ഇട്ടിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതാ ചോറങ്ങനെ തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് ഈ റൈസ് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്നതായിരുന്നു റൈസ് കുക്കർ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പാല് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായയും അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി പരിപ്പ് കറിയിലേക്കുള്ള ഒന്ന് കടുവൊക്കെ ചട്ടിയാച്ചി ഒഴിക്കണം. അപ്പോൾ പരിപ്പിൻ്റെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം അതും ഒന്ന് തുറന്നിട്ടുണ്ട്. പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ചട്ടി ആച്ചണം. അതിനുവേണ്ടി ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് അവിടുന്ന് ചൂടാകുന്ന സമയം കൊണ്ട് എൻ്റെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതാണിത്. അങ്ങനെ ചായയും ഒഴിച്ച് ചായയും നമ്മുടെ കിച്ചരിയെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡും കുട്ടികളും എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഇതായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് വേഗം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് ലഞ്ചിൻ്റെ ഐറ്റംസ് എല്ലാം അവിടെ വെച്ച് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കട്ടെ. ഈ സമയം കൊണ്ട് ഹസ്ബൻഡും കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് പോകാമെന്ന് കരുതി. പാത്രമൊക്കെ കഴുകി അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സ്കൂളിലേക്ക് നടന്നു. അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ടുള്ള ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ജസ്റ്റ് ഗാർഡനിലുള്ള ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഒന്ന് ഹസ്ബൻഡിന് പിന്നെ സിറ്റി സെൻറ്ററിലുള്ള ഒരു ഷോപ്പിൽ പെർഫ്യൂം ഷോപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് പോയി അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു.
ഞാൻ പറഞ്ഞല്ലോ പെർഫ്യൂം വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ ഷോപ്പിൽ കയറി പെർഫ്യൂമൊക്കെ വാങ്ങി. അപ്പോൾ ഇതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ബില്ലെല്ലാം ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഡേയ്സോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കയറിയ സമയത്ത് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാനൊരു വുഡൻ ബോർഡ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് അവിടെ കിട്ടിയില്ല. ഇതുപോലെയുള്ള ചെറുതായിരുന്നു ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണിത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വാർത്ത് വെച്ചു. ഈ സമയം കൊണ്ട് എല്ലാവരും നിസ്കരിച്ച്. അപ്പോൾ ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. ചോറും പരിപ്പ് കറിയും ചീര വറവും മീൻ വറുത്തതും പിന്നെ ഉപ്പ് നാരങ്ങയായിരുന്നു. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉപ്പിലിട്ട് തന്നതായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചോറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഷാർജ നേഷൻസ് കപ്പ് നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു പോയത്, ഹോഴ്സ് ജമ്പിങ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി. അപ്പോൾ അവിടത്തേക്ക് പോയി. ഈ സമയമാകുമ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അവിടെ ഇരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഹോഴ്സ് ജമ്പിങ് കോമ്പറ്റീഷൻ കാണുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സമയത്ത് ഫസ്റ്റ് UAEൻ്റെ ഒരു പാർട്ടിസിപ്പേറ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ ഇതൊക്കെ കണ്ടു. നമ്മൾ ഫുള്ളാവുന്നത് വരെ നിന്നിട്ടില്ല. അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.